അങ്ങനെ ഈസ്റ്റ് ബംഗാൾ അവരുടെ 17ാമത്തെ ഡ്യൂറൻ കപ്പ് ട്രോഫിയുടെ കൈയെത്തും ദൂരത്തെത്തിയിരിക്കുകയാണ്. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ 90 മിനിറ്റിന് ശേഷം ഗോൾ രഹിത സമനിലയ്ക്കൊടുവിൽ പെനൽറ്റി ഷൂട്ടൌട്ടിൽ 5-4 എന്ന സ്കോറിൽ ഈസ്റ്റ് ബംഗാൾ ജയിച്ചിരിക്കുന്നു. ആ പെനൽറ്റി ഷൂട്ടൌട്ടിൽ ഈസ്റ്റ് ബംഗാളിന്റെ രക്ഷകനായത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ പ്രഭ്സുഖൻ ഗില്ല് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആ ഷൂട്ട് ഔട്ടിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഗില്ലിന്റെ ഷോ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മത്സരത്തിന്റെ ഇടയ്ക്ക് റോഡ്രിഗീനോന്റെ ആ ഒരു പെനൽറ്റി സേവ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, ഗില്ല് ഈ ഷൂട്ട് ഔട്ടിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോർട്ടിംഗ് ഡൽഹിക്ക് പെന്യ ആ ആദ്യത്തെ പെനൽറ്റി എടുക്കാൻ വന്ന് നിന്നപ്പോൾ തന്നെ ഗില്ല് ആ ബോൾ പെട്ടെന്ന് വലിച്ചെറിഞ്ഞ് പെന്യയുടെ കോൺഫിഡൻസ് ഒന്ന് തകർക്കാൻ ശ്രമിച്ചു. ആ ഒരു ശ്രമം ആക്ച്വലി സക്സസ്ഫുൾ ആയി എന്ന് തന്നെ വേണം പറയാൻ. പെന്യ ഒന്ന് സ്റ്റട്ടർ ചെയ്ത് ആ പെനൽറ്റി വളരെ വീക്കായിട്ട് അടിച്ചു. ഗില്ല് അത് നല്ലോണം സേവ് ചെയ്തു. ഇതിന് ശേഷമുള്ള എല്ലാ പെനൽറ്റികളിലും ഗില്ല് ഡൽഹിയുടെ പെനൽറ്റി എടുത്ത ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ച് ഒരു യെല്ലോ കാർഡും മേടിച്ചിരുന്നു. പിന്നീട് ഗില്ലിന് ഷൂട്ട് ഔട്ടിൽ വേറെ ആരുടെ ഷോട്ടും സേവ് ചെയ്യാനായില്ലെങ്കിലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി എല്ലാവരും വല കുലുക്കിയതോടെ ആ ഒരു റിസൾട്ട് കൺഫേംഡ് ആയി. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഒട്ടും വൈകാതെ ഈ ഡ്യൂറൻ കപ്പ് സെമി ഫൈനലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കിടക്കാം. 20 ഷോട്ട്, അതിൽ വെറും 4 മാത്രം ടാർഗറ്റില്, 3 പോസ്റ്റില്, 11 കോർണർ, 60% പൊസഷൻ. ഇതാണ് ഈ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന്റെ സ്റ്റാറ്റ്. ഒരു കാരണവശാലും ഈ ഒരു മത്സരം പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകരുതായിരുന്നു. കാരണം അത്രയും ചാൻസുകൾ ഈസ്റ്റ് ബംഗാൾ 90 മിനിറ്റിൽ ഉടനീളം ക്രിയേറ്റ് ചെയ്തു. അതിൽ ഒരെണ്ണം പോലും അവർക്ക് കൺവേർട്ട് ചെയ്യാനായില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച AFC ചാമ്പ്യൻസ് ലീഗ് 2ന്റെ പ്ലേ ഓഫിൽ അൽ അറബിക്കെതിരെയുള്ള ആ പെർഫോമൻസിന് ശേഷം 90 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഈസ്റ്റ് ബംഗാൾ ഒരു ഗോൾ കണ്ടെത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ആ ഗോൾ വന്നില്ല. കളിയുടെ തുടക്കത്തിൽ തന്നെ ജസ്സിന് ഒരു മനോഹരമായ അവസരം ബിബിന് നൽകിയിരുന്നു. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ചാൻസുകൾ ഉണ്ടായിരുന്നു. ബാസിം റഷീദ് 2 തവണയാണ് പോസ്റ്റിൽ അടിച്ചത്, ജസ്സിന് 1 തവണ പോസ്റ്റിൽ അടിച്ചു. ആ ഗോളിനുള്ള ഡെസ്പറേഷൻ ഈസ്റ്റ് ബംഗാളിൽ കൂടിക്കൂടി വന്നപ്പോഴും അവരുടെ ഡഗ് ഔട്ടിൽ ഹബാസിന്റെ മുഖത്ത് ആ ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കര എവിഡന്റ് ആയിരുന്നു. പുള്ളി ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും ഇത് അങ്ങനെ ഒരു ദിവസമായിരിക്കാം, ഇത്രയും ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടും മേ ബി ഒരു പെനൽറ്റി ഷൂട്ടൗട്ടിലോ അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിൽ ഒരു ഗോള് വഴങ്ങിയോ ഇന്ന് നമ്മൾ പുറത്തു പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ദ ഫണ്ണി തിങ് ഈസ് അത് ഓൾമോസ്റ്റ് സംഭവിച്ചു. ഗില്ല് ഞാൻ പറഞ്ഞ പോലെ തന്നെ റോഡ്രിഗീനോന്റെ പെനൽറ്റി സേവ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ അൻവർ അലിയുടെ ഒരു കിടിലൻ ഇന്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ഈ മത്സരത്തിൽ ലീഡ് എടുത്തേനെ. അൾട്ടിമേറ്റ്ലി ബട്ട് ഒരു കാര്യം മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ, ഏത് ക്ലബ്ബ് ഫൈനലിലേക്ക് കയറി എന്നുള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും. ഇനി അവർ ആ ഫൈനലിൽ ആരെ നേരിടും എന്നുള്ള ഒരു ചോദ്യം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അവരുടെ എതിരാളികൾ മോഹൻ ബഗാൻ ആയാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയാലും ഫൈനൽ തേർഡിലെ അവരുടെ പ്രശ്നങ്ങൾ, അതായത് ഈ ചാൻസുകൾ കളഞ്ഞു കുളിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഫൈനലിൽ എന്തായാലും പണി കിട്ടും. കാരണം സ്പോർട്ടിംഗ് ഡൽഹിയെക്കാളും എന്തുകൊണ്ടും ക്ലിനിക്കലായ 2 ടീമുകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മോഹൻ ബഗാനും. അവർക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അവരത് കൺവേർട്ട് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ഈ രീതിയിലാണ് ഫൈനൽ കളിക്കാൻ പോകുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ ആദ്യ ഡ്യൂറൻ കപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസുകൾ പരിശോധിച്ചാൽ അവർക്ക് അതിൽ നിന്ന് അഭിമാനം കൊള്ളാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ പോലൊരു ക്ലബിന് വലിയൊരു കേസ് സ്റ്റഡിയാണ് ഈ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി. ആ ക്ലബിൽ വ്യക്തമായൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. അതെല്ലാം കൂടെ ഒത്തുചേർന്ന് ഇപ്പൊ അവർ നല്ലൊരു ടീമായിട്ട് പെർഫോമും ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത ആദ്യത്തെ കാര്യം അവരുടെ ഫിലോസഫി എന്താണെന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. കുറെ യങ് പ്ലേയേഴ്സിന്റെ റിസർവ് ഓബിയസ്ലി അവർക്ക് ഹൈദരാബാദിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള പോസിബിളി ഏറ്റവും നല്ല കോച്ചിനെ തന്നെ അവർ കൊണ്ടുവന്നു. തോമസ് ഷോർസ് ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകളിൽ നിന്നും നല്ല യങ് പ്ലേയേഴ്സിനെ മേടിക്കാനുള്ള അവസരം ഉള്ളപ്പോഴെല്ലാം അവരത് കംപ്ലീറ്റും ചെയ്തു. ഐമൻ ആയിക്കോട്ടെ, അസർ ആയിക്കോട്ടെ, നോറ ആയിക്കോട്ടെ, ഇവർ 3 പേരും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയൊരു പ്ലെയറാണ്. അന്ന് ഇവരെ എന്തുകൊണ്ട് നമ്മൾ വിട്ടുകൊടുത്തു എന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ടും ഒക്കെ വീഡിയോകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി എന്ന ആ ഒരു പ്രോജക്റ്റ് അതിലേക്ക് ജോയിൻ ചെയ്തതിൽ ഈ 3 കളിക്കാർക്കും ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല.
കാരണം അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഫുട്ബോളിംഗ് ഫിലോസഫി ഉണ്ട്. ആൻഡ് ആ ഫിലോസഫിയെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ അവിടെ മാനേജ്മെന്റ് തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. ഈ ഡ്യൂറൻ കപ്പിനും ISL-നുമായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഫോറിൻ സൈനിങ്സിനെ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അവരുടെ ആ ഒരു യങ് ഇന്ത്യൻ കോറിനെ നല്ലോണം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു നല്ല സ്ട്രൈക്കർ റോഡ്രിഗീനോയിൽ അവർക്കുണ്ട്. പെനി ആ പെനൽറ്റി മിസ് ചെയ്തെങ്കിലും ടൂർണമെന്റിൽ ഉടനീളം ഇംപ്രസ് ചെയ്തൊരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലുള്ള ഡേവിഡ് ഒരു ഫുൾ ഇന്റർനാഷണൽ ആണ്. ഡിഫൻസിൽ അവർക്ക് ആവശ്യമുള്ള ഫോറിൻ സെന്റർ ബാക്ക് ആയിട്ട് ഡുവാനും ഉണ്ട്. ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് 3-5-2 സിസ്റ്റം, അത് തോമസ് ഷോർസ് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നല്ലൊരു സ്ട്രോങ് ആയ സ്റ്റാർട്ടിംഗ് 11 ഇപ്പൊ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്ക് ഉണ്ട്. കഴിഞ്ഞ സീസൺ നമുക്കറിയാം ഡൽഹി ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു. പക്ഷേ ഈ സീസൺ ISL തുടങ്ങുന്നതിന് ഏകദേശം 2 മാസം മുമ്പാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 മാസം മുമ്പ് തന്നെ അവർക്ക് നല്ല സ്ട്രോങ് ആയ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ ഫീൽഡ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ ക്ലബ്ബ് വളർന്നു കഴിഞ്ഞു. ഇത്രയൊക്കെ പേരുകൾ ഞാനിപ്പോൾ എടുത്തു പറഞ്ഞെങ്കിലും ഇവരാരുമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഡൽഹി സൈൻ ചെയ്ത ഏറ്റവും എക്സൈറ്റിംഗ് പ്ലെയർ. എൻ്റെ അഭിപ്രായത്തിൽ അത് നാംതയാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ഏജ് ഗ്രൂപ്പിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. ചെന്നൈയിൻ FC-യിലേക്ക് പോയപ്പം ആ ക്ലബിന്റെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. മൊത്തത്തിൽ ഉടനീളം കെയോസ് ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ തനിക്ക് പറ്റിയ ആ ഒരു പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായില്ല. എന്നാൽ ഈ പ്ലെയറിനെ ഡൽഹി എങ്ങനെ ചെന്നൈയിൽ നിന്നും സൈൻ ചെയ്തു എന്നുള്ളതിന്റെ ഇൻസൈഡ് ഇൻഫർമേഷൻ ഒക്കെ ആശിഷ് നെഗി പങ്കുവച്ചിരുന്നു. ഒരു യുണീക്ക് സിറ്റുവേഷൻ ആയിരുന്നു. ആ സിറ്റുവേഷൻ മുതലെടുത്ത് ഡൽഹി ആ പ്ലെയറിനെ കൊണ്ടുവന്നു. ആൻഡ് ഇൻസ്റ്റന്റ്ലി ഡൽഹിയുടെ മിഡ്ഫീൽഡിനെ സ്ട്രോങ് ആക്കിയ ഒരു സൈനിങ് ആണെന്ന് ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാം. കാരണം നാംതെ ആ മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്ന സ്റ്റെബിലിറ്റി ചെറുതൊന്നുമല്ല. എനിക്കറിയാം അസർ നല്ലോണം കളിച്ചിട്ടുണ്ട്, അസർ നല്ലോണം വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷെ നാംതെ ആ ഡിഫെൻസീവ് ഡ്യൂട്ടിക്ക് ഒപ്പം തന്നെ ഫ്രണ്ടിലോട്ട് പാസ് കളിക്കാൻ ഒരുപാട് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. ഇന്ന് തന്നെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു റോഡ്രിഗീനോ പെനൽറ്റി വിൻ ചെയ്ത ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് ജോസഫ് സണ്ണീനെയാണെന്ന് തോന്നുന്നു ആ വിങ്ങിൽ റിലീസ് ചെയ്തത്. ഒരു കലക്കം പാസ്, അത് നാംതെയാണ് മിഡ്ഫീൽഡിൽ നിന്നും ആ ഡീപ്പ് ഇൻസൈഡ് ദെയർ ഓൺ ഹാഫ് നാംതെയാണ് ആ ബോൾ കളിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പാസുകൾ ഇതുപോലെ ഫ്രണ്ടിലോട്ട് കളിക്കാനും ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ ഈ ഡ്യൂറൻ കപ്പിൽ ഉടനീളം നാംതെ കളിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ആ ഇരട്ട ഗോൾ നേടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡൽഹി ആ ഒരു ജയം സ്വന്തമാക്കിയ ആ ഒരു മത്സരത്തിൽ ഡൽഹി ഇവിടെ നിന്ന് എന്തായാലും ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യാൻ, ഒരു പോസിബിളി ISL-ന്റെ ഒരു പ്ലേ ഓഫിലും സെമി ഫൈനലിലും ഒക്കെ കയറുന്ന ഒരു ക്വാളിറ്റി ഉള്ള ടീമിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവരുടെ ഇൻറ്റൻറ്റ്. ആ ഒരു ഇൻറ്റൻറ്റിനെ ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സൈനിങ് ആണ് നാംതെ. കാരണം നമുക്കറിയാം തീർച്ചയായിട്ടും ഇന്ത്യക്ക് സീനിയർ ലെവലിൽ റെഗുലറായിട്ട് കളിക്കാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് നാംതെ. ആ പ്ലെയറിന് ആ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോഹൻ ബഗാനിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. ചെന്നൈയിൽ പോയി മൊത്തത്തിൽ നല്ലൊരു സിസ്റ്റമോ അല്ലെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവിടെ. ഇവിടെ ഡൽഹിയിൽ ഈ 2 കാര്യവും മാച്ചാണ്. കാരണം റെഗുലർ പ്ലേയിങ് ടൈമും കിട്ടും, നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള റെഗുലർ ആയിട്ട് കളിക്കുന്ന ഒരു സിസ്റ്റവും ഉണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈസ്റ്റ് ബംഗാൾ ഒരു വാർണിംഗ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യണം. നിങ്ങൾക്കൊരു ഫോറിൻ സെന്റർ ബാക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. നാച്ചോ മൺസാൽവയ്ക്ക് പറ്റിയ പരിക്ക് നമുക്കറിയാം, അതുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ ടീമിൽ കളിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ സന്ദീപ് മന്തിയെ കളിപ്പിക്കുന്നു? ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സന്ദീപ് മന്തിയിൽ നിന്നും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ കുറെ മിസ്റ്റേക്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അൽ അറബിക്കെതിരെ കഴിഞ്ഞ ആഴ്ച ഒരു ആവശ്യമില്ലാണ്ട് ഷർട്ട് പുള്ളി ചെയ്ത് ഒരു പെനൽറ്റി കൺസീഡ് ചെയ്തു. ഇന്ന് റോഡ്രിഗീനോനെ ആ പാസ് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പുറകിൽ നിന്ന് വന്ന് ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ഇന്റൻഷനും ഇല്ലാതെ ടാക്കിൾ ചെയ്ത് വീഴ്ത്തുന്നു. ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അൻവർ അലി ഒരു ഇന്റർസെപ്ഷൻ നടത്തിയ റോഡ്രിഗീനോയ്ക്ക് രണ്ടാമത്തെ ഹാഫിൽ ഒരു ചാൻസ് കട്ട് ചെയ്തു. ആ ചാൻസിൽ ശരിക്കും റോഡ്രിഗീനോ ആ റണ്ണ് മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആദ്യം നിൽക്കേണ്ട പ്ലെയർ സന്ദീപ് മന്തി ആയിരുന്നു. പക്ഷേ ആ ഒരു റണ്ണ് സ്പോട്ട് ചെയ്യാനുള്ള അവയർനെസ് ഈ പ്ലെയറിൽ ഇല്ലായിരുന്നു. ആൻഡ് ആ ഒരു അവസരം അവിടെ നിയർലി ഡൽഹിക്ക് തുറന്നു കിട്ടി. നൗ എനിക്ക് കംപ്ലീറ്റ്ലി ഈ പ്ലെയറിനെ സിംഗിൾ ഔട്ട് ചെയ്ത് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ബിക്കോസ് ഹബാസിന്റെ ഒരു വിശ്വസ്തനാണ് ഈ പ്ലെയർ, അതുകൊണ്ടായിരിക്കും ആ ടീമിൽ കളിക്കുന്നത്. ബട്ട് ക്ലിയർലി അവിടെ ചുങ്നുങ്ക എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പൊസിഷനിൽ ചുങ്നുങ്കേനെ തീർച്ചയായിട്ടും കളിപ്പിക്കാം. ഇന്ന് നമ്മൾ സെക്കൻഡ് ഹാഫിൽ ചുങ്നുങ്ക സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത് കണ്ടിരുന്നു. റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത്. എന്തുകൊണ്ട് ആ പ്ലെയറിനെ ആ ഒരു സെന്റർ ബാക്ക് റോളിൽ കളിപ്പിച്ചുകൂടാ
എന്ന് എനിക്കറിയില്ല. നേരത്തെ ഞാൻ നാംതേനെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ റെഗുലർ ആയിട്ട് കളിക്കാൻ ചാൻസ് ഉള്ള ഒരു സെന്റർ ബാക്ക് തന്നെയാണ് ചുങ്നുങ്ക. ചുങ്നുങ്കയ്ക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോറിറ്റി. ഒരു ഫോറിൻ സെന്റർ ബാക്ക് അവൈലബിൾ ആണെങ്കിൽ ഓബ്വിയസ്ലി അൻവർ അലിയും ആ ഫോറിൻ സെന്റർ ബാക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ ലെഫ്റ്റ് ബാക്കിലോ റൈറ്റ് ബാക്കിലോ ചുങ്നുങ്കേനെ കളിപ്പിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു പോസിബിലിറ്റി ഇല്ലെന്ന്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു പ്ലെയർ കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ എന്തുകൊണ്ട് ആ പ്ലെയറിനെ അവിടെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫൈനലിൽ വീണ്ടും സന്ദീപ് മന്തിയാണ് ആ റോള് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ചിലപ്പോൾ വീണ്ടും ഒന്ന് വേർക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഡ്യൂറൻ കപ്പിന്റെ ആദ്യ സെമി ഫൈനൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെ രണ്ടാമത്തെ സെമി ഫൈനല് മോഹൻ ബഗാനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ. അത് കുറച്ചും കൂടി ഒരു എന്റർടൈനിങ് ഗെയിം ആവണേ എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മത്സരത്തിൽ നമ്മൾ ഗോളുകൾ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. ആ മത്സരത്തിൽ ഒരു 3-4 ഗോളുകൾ കാണുകയാണെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാവും. എന്തായാലും ആ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നാളെ തിരിച്ചെത്തുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.